ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ. ചീരാനിക്കളം. ഇതൊരു വഴിയാണ്, പക്ഷേ ഈ ഒരു പാടശേഖരത്തിൻ്റെ നടുവിലൂടെ ഉള്ളൊരു വഴിയാണ്. അങ്ങോട്ട് വഴി ഉള്ളതായിട്ട് തോന്നുന്നില്ല. എന്തായാലും നല്ലൊരു ഏരിയ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പണിയാണ് സംഗതി. ഒരു രക്ഷയില്ല. അമ്പലം പൊളിയാട്ടോ, ഒരു രക്ഷയില്ല. എന്താ മാരിയമ്മൻ സഹായം, മാരിയമ്മൻ ക്ഷേത്രമാണ് ഇത്. ആൽത്തറ, ഇവിടെയൊക്കെ ഇരിക്കാം അല്ലേ. ചീരണിക്കളം ശ്രീമതി സത്യഭാമ അമ്മ സ്മരണാർത്ഥം, അങ്ങനെ ഒരു സംഭവമാണ്. മഴ കുറയുന്നില്ലല്ലോ, അപ്പം എന്നാ ചെയ്യും? മിക്ക അമ്പലങ്ങളിൽ ഇതുപോലൊരു സംഭവം ഇവിടെ കാണും. ഇത് പ്രതിഷ്ഠ തന്നെയാണോ അതെന്താണെന്ന് അറിയില്ല. പലപ്പോഴും പല അമ്പലങ്ങളിലും ഇതേപോലെയുള്ള പ്രതിഷ്ഠകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ടത്തിൽ ഇതേപോലെ ഒരു 2 ആൽമരങ്ങളും കുറേ കല്ലുകളും ഒക്കെ ഉള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പൂജകളും വിശേഷാൽ സംഭവങ്ങളൊക്കെ നടത്തുമായിരുന്നു ആളുകൾ വന്നിട്ട്. അയ്യപ്പൻകാവാണ്, അയ്യപ്പൻ്റെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തോട്ടത്തിൻ്റെ ഒരു 14 ഏക്കർ തോട്ടമായിരുന്നു. ഈ 14 ഏക്കർ തോട്ടം, ഈ 14 ഏക്കർ തോട്ടത്തിൻ്റെ സെൻറ്ററിലൂടെ ഈ പറയുന്ന ഒരു 2-3 പേർക്ക് ഒരു 10 അടി വീതിയിൽ വഴി ഉണ്ടായിരുന്നു. ഈ വഴിയിലൂടെ നടന്ന് ആളുകൾ, ഭക്തരൊക്കെ വരും കേട്ടോ. എന്നിട്ട് അവർ വന്നിട്ട് ഈ ആലിൻ്റെ ചുവട്ടിലുള്ള ഈ ഒരു അമ്പലത്തിൻ്റെ സെറ്റപ്പിൽ പൂജകളും കാര്യങ്ങളൊക്കെ കഴിക്കും. അതെല്ലാ ആഴ്ചയിലും അവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്ഥലമൊക്കെ നമ്മൾ വിറ്റുപോയി, പക്ഷേ ആ അമ്പലം ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് കഥ. ഓക്കെ.